ഇതെനിക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ്. എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു മോളുടെ ബർത്ത്ഡേക്ക് നല്ലൊരു കേക്ക് ഉണ്ടാക്കുക എന്നുള്ളത്. വലിയ ബേക്കറൊന്നും അല്ല ഞാൻ. എൻ്റെ മോൻ്റെ ബർത്ത്ഡേ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് കേക്ക് ബേക്ക് ചെയ്യുന്നത്. അവൻ്റെ ബർത്ത്ഡേക്ക് കിൻഡർഗാർട്ടനിൽ കൊടുത്തുവിടാനൊക്കെ ആയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് കേക്ക് ഉണ്ടാക്കി തുടങ്ങിയത്. അത് കഴിഞ്ഞ് ഇപ്പം എൻ്റെ മോളുടെ ബർത്ത്ഡേക്ക് ഫസ്റ്റ് ചാൻസ് ആണ് കേട്ടോ. അവളുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ കരുതി അവൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കേക്ക് എനിക്ക് തന്നെ ഉണ്ടാക്കണമെന്ന്. എന്ത് ഫ്ലേവർ ഉണ്ടാക്കുമെന്ന് തലപുകഞ്ഞ് ആലോചിച്ചിരിക്കുന്ന സമയത്താണ് എനിക്ക് കുറച്ചധികം ബ്ലൂബെറീസ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു ബ്ലൂബെറി വനില കേക്ക് തന്നെ ആവാമെന്ന് കരുതി. അപ്പം ഞാൻ ഉണ്ടാക്കിയ ബ്ലൂബെറി വനില സ്പഞ്ച് കേക്കിൻ്റെ റെസിപ്പീസ് ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കയറി നോക്കാൻ മറക്കരുതേ. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഈ കേക്ക് ലെയർ ചെയ്ത് ഫ്രോസ്റ്റ് ചെയ്ത് ഇതിൻ്റെ ഫൈനൽ റിസൾട്ടാണ് കാണിക്കുന്നത്. ഞാനിവിടെ വിപ്പിംഗ് ക്രീം വെച്ചിട്ടാണ് ഫ്രോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വിപ്പിംഗ് ക്രീം നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഈ ലിക്വിഡ് വിപ്പിംഗ് ക്രീം ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വനില എസൻസ് ചേർത്ത് കൊടുക്കാം. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു 2 ടേബിൾ സ്പൂൺ പൗഡർഡ് ഷുഗറും കൂടെയും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ പൊതുവേ ഇതുപോലെ ലിക്വിഡ് വിപ്പിംഗ് ക്രീമാണ് വാങ്ങിക്കാൻ കിട്ടുന്നത്. അതിതുപോലെ വിപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫ്രോസ്റ്റിങ്ങിന് പരുവമായിട്ടുള്ള വിപ്പിംഗ് ക്രീം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ വിപ്പിംഗ് ക്രീമും റെഡിയായി, കേക്കിൻ്റെ സ്പഞ്ചസും കയ്യിലുണ്ട്. ഇനി നമുക്കത് ലെയർ ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ വെച്ച് കൊടുക്കുന്നത് ഒരു ബ്ലൂബെറി സ്പഞ്ചാണ്. ഇപ്പോൾ ബ്ലൂബെറി ആണെങ്കിലും വനില ആണെങ്കിലും ഞാൻ 2 ഈക്വൽ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി അത് ഞാൻ ഷുഗർ സിറപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള വനില വിപ്പിംഗ് ക്രീമാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒരു ബിഗിനർ ബേക്കറാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ ഫ്രോസ്റ്റിങ്ങിനെ പറ്റിയൊന്നും കാര്യമായി പറയുന്നില്ല. അപ്പോൾ ഈ ഒരു വിപ്പിംഗ് ക്രീം ലെയറിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ വനില സ്പഞ്ച് വെച്ച് കൊടുക്കുകയാണ്. പിന്നെ അതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീമും അതിൻ്റെ മുകളിൽ ഞാനതാ ബ്ലൂബെറിയുടെ ജാം ഒരു 2 ടേബിൾ സ്പൂൺ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഹോം മെയ്ഡായിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ ഇടാം. അപ്പോൾ വിപ്പിംഗ് ക്രീമിൻ്റെ മുകളിൽ ഈ ബ്ലൂബെറി ജാം നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ബ്ലൂബെറി സ്പഞ്ച് വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിൽ നേരത്തെ ഉള്ള പോലെ തന്നെ നമുക്ക് ഷുഗർ സിറപ്പ് ഒന്ന് ഇട്ടിച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ പിന്നെയും വിപ്പിംഗ് ക്രീം, പിന്നെ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ലെയർ വനില സ്പഞ്ചും വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലെയർ. ഞാൻ ആ കേക്ക് ഒന്ന് ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് ഒരു അരമണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്ക് ഫൈനൽ കോട്ട് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച വിപ്പിംഗ് ക്രീമിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ബ്ലൂബെറി ജാം ഇട്ട് കൊടുത്ത് ഒന്ന് വിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് പോർഷൻ വിപ്പിംഗ് ക്രീം എടുത്തിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്തത്. നിങ്ങൾക്ക് കുറച്ചുകൂടി വയലറ്റ് കളർ അല്ലെങ്കിൽ കുറച്ചുകൂടി ബ്രൈറ്റ് കളർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയും ജാം ചേർത്ത് കൊടുത്തിട്ട് വിപ്പ് ചെയ്തെടുത്താൽ മതിയാകും. അടുത്തത് ഞാൻ മേൾ ഭാഗത്ത് ഒരു യെല്ലോയിഷ് കളറാണ് കൊടുക്കുന്നത്. അപ്പോൾ സ്പഞ്ച് ഉണ്ടാക്കിയ വീഡിയോസിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു കേക്കിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കളേഴ്സ് ഒന്നും തന്നെ ചേർക്കുന്നില്ല, എല്ലാം നാച്ചുറൽ കളേഴ്സാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ മഞ്ഞളിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തിട്ടുള്ള ഒരു നാച്ചുറൽ ഫുഡ് കളർ ഇപ്രാവശ്യം ഞാൻ ലുലുന്ന് എനിക്ക് കിട്ടുകയുണ്ടായി. ആ ഒരു ഫുഡ് കളർ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു യെല്ലോ കളർ ചെയ്തെടുത്തത്. മഞ്ഞളിൻ്റെ ഒരു മണവും ചെറിയൊരു ടേസ്റ്റും വരും, പക്ഷേ അതൊരു ഭയങ്കര ഓഡ് ടേസ്റ്റ് ഒന്നുമല്ല. ഈ കേക്കിൽ ചേർക്കുന്ന മധുരത്തിൻ്റെയും പിന്നെ അതുപോലെ കേക്കിൻ്റെ ടേസ്റ്റിൻ്റെ ഒന്നും കൂടെ അത് അറിയത്ത പോലുമില്ല. പിന്നെ നമുക്ക് കുറച്ച് ഹെൽത്തി ആയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊണ്ടാക്കി കൊടുക്കണമെങ്കിൽ ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണിത് കേട്ടോ. ഇനി ഈ കളർ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ അതോർത്തും വിഷമിക്കേണ്ട, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. വിപ്പ് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഒന്ന് പാലിൽ കലക്കി അതിൻ്റെ കൂട്ടത്തിൽ ഒഴിച്ചു കൊടുക്കാമെന്നുണ്ടെങ്കിൽ ചെറിയൊരു ലൈറ്റ് യെല്ലോ ഷെയ്ഡ് നിങ്ങൾക്ക് കിട്ടും. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് മഞ്ഞൾപ്പൊടി ഇട്ട് അതിൻ്റെ ആ ടേസ്റ്റ് ഓവറാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ അറേഞ്ച് ചെയ്യുന്നത് ഈ ബ്ലൂബെറിയുടെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഫ്രഷ് ബ്ലൂബെറീസ് ഇതിൻ്റെ മുകളിൽ ബ്ലൂബെറി എന്താ പറയുക കൊലകളായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. ഇപ്പോൾ ബ്ലൂബെറി വെക്കുമ്പോൾ അതിനൊരു ഒറിജിനാലിറ്റിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഗ്രീൻ ലീവ്സും കൂടെ വെക്കുമ്പോൾ കളറ് വൈസും നന്നായി എനിക്ക് തോന്നി. അതുകൊണ്ട് കുറച്ച് മിൻറ്റ് ലീവ്സ് ഞാൻ കട്ട് ചെയ്ത് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. അത്ര വലിയ ബേക്കറൊന്നും അല്ലാത്ത ഞാൻ ഇതുപോലൊരു കേക്ക് ഉണ്ടാക്കി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ആത്മസംതൃപ്തിയായിരുന്നു കേട്ടോ. കാണാൻ നല്ല ഭംഗിയായിരുന്നു. അതുപോലെ എൻ്റെ ഫ്രണ്ട്സ് വന്നവരൊക്കെ കഴിച്ചു നോക്കിയിട്ട് നല്ല അഭിപ്രായം പറഞ്ഞു. അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതിലുപരി എനിക്ക് പൂർണ്ണ വിശ്വാസത്തോടു കൂടി എൻ്റെ മോൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കേക്ക് ഉണ്ടാക്കി എന്നുള്ളതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു. പിന്നെ മിഴിക്കുട്ടിക്കും ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവൾ ചെറുതായതുകൊണ്ട് ഒരുപാടൊന്നും കൊടുത്തില്ല കേട്ടോ. അകത്തെ ലെയേഴ്സൊക്കെ കണ്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ.
അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നെക്സ്റ്റ് ടൈം കാണാം. അതുവരേക്കും ബൈ.